+2 ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും PSC ഹോൾ ടിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് കമ്പ്യൂട്ടർ സയൻസിലെ സൈബർ ക്രൈംസ് ആണ്. ഇതിന് മുൻപത്തെ വീഡിയോസ് കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ക്രൈംസ് അവയർനെസ് ലെവലാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സൈബർ ക്രൈംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ്. കമ്പ്യൂട്ടർ ഒരു ടാർഗറ്റ് ആക്കിയുള്ള സൈബർ ക്രൈമും. സെക്കൻഡ് വൺ, കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. അതായത് കമ്പ്യൂട്ടർ ഒരു വെപ്പൺ ആയിട്ടുള്ള സൈബർ ക്രൈമും. രണ്ട് തരത്തിലുള്ള സൈബർ ക്രൈം ആണുള്ളത്. കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ്, കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. എന്താണ് സൈബർ ക്രൈം? സൈബർ ക്രൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെയാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഫസ്റ്റ് സൈബർ ക്രൈം വാസ് രജിസ്റ്റേർഡ് ഇൻ ദ വേൾഡ് ഇൻ ദ നെയിം ഓഫ് ജോസഫ് മേരി ജാക്വാർഡ്. ലോകത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജോസഫ് മേരി ജാക്വാർഡ് എന്ന പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആസിഫ് ആസിം. ആസിഫ് ആസിമിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സൈബർ കേസ് പ്രൊസീഡ് ചെയ്ത അഡ്വക്കേറ്റാണ് പവൻ ദഗ്ഗാൽ. പവൻ ദഗ്ഗാൽ എന്ന അഡ്വക്കേറ്റാണ് ആദ്യത്തെ സൈബർ കേസ് പ്രൊസീഡ് ചെയ്തത്. The process of accessing information without permission via legally or illegally called hacking. ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഹാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പ്രൊഫഷണൽസ് വിളിക്കുന്ന പേരാണ് ഹാക്കേഴ്സ്. മറ്റൊരാളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വെബ് ഹൈജാക്കിംഗ്. ഹാക്കേഴ്സ് 3 തരത്തിലുണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. 3 തരത്തിലുള്ള ഹാക്കേഴ്സാണ് ഉള്ളത്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ബ്രേക്ക് ദ സെക്യൂരിറ്റി ഫോർ നോൺ മലീഷ്യസ് റീസൺസ്. വൈറ്റ് ഹാറ്റ് ഹാക്കർ. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അവർ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഹാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും ഓതറൈസ്ഡ് ഹാക്കേഴ്സ് എന്നും അറിയപ്പെടുന്നു. They violate the security illegally for personal gains. Black hat hackers. Black hat hackers അവരുടെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് ഹാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ അൺഓതറൈസ്ഡ് ഹാക്കേഴ്സ് എന്നും ക്രാക്കേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഹാക്ക് ചെയ്യപ്പെട്ട ഫസ്റ്റ് വെബ്സൈറ്റ് ബാർക്കാണ്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ. ബാർക്കിൻ്റെ വെബ്സൈറ്റാണ് ഇന്ത്യയിൽ ആദ്യമായി ഹാക്ക് ചെയ്ത വെബ്സൈറ്റ്. കോമ്പിനേഷൻ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കർ. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ബ്ലാക്ക് ഹാക്കേഴ്സിൻ്റെയും വൈറ്റ് ഹാക്കേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനെ പറയുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഹാക്കേഴ്സിലെ പ്രൊഫഷണൽ എക്സ്പേർട്സിനെ പറയുന്ന പേരാണ് സ്നീക്കേഴ്സ്. അങ്ങനെയുള്ള സ്നീക്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ടൈഗർ. An attempt to make a computer resource unavailable to its intent users is called denial of service attack. കമ്പ്യൂട്ടർ റിസോഴ്സ് ആവശ്യമില്ലാത്ത ട്രാഫിക്കൊക്കെ കൊണ്ടുവന്ന് അൺഅവൈലബിൾ ആക്കുന്ന അറ്റാക്കിനെ പറയുന്നതാണ് DOS attack or denial of service attack. A person breaks into a computer with an intention to store passwords, files or programs. Cracking. ക്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസ്വേഡ് മോഷ്ടിക്കുക, ഫയൽ മോഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഹാംഫുൾ അറ്റംപ്റ്റ് ടു കളക്ട് ഇമ്പോർട്ടൻറ്റ് പ്രൈവറ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് യൂസേഴ്സ് ബൈ സെൻഡിങ് ഇമെയിൽസ് ഓർ വെബ് പേജസ്. ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഇമെയിൽസിലൂടെയോ വെബ് പേജസിലൂടെയോ മറ്റൊരാളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മോഷ്ടിക്കുക എന്നുള്ളതാണ് ഫിഷിംഗ്. ഫിഷിങ്ങിൻ്റെ ടെലിഫോൺ വേർഷനെ പറയുന്ന പേരാണ് വിഷിംഗ്.
collecting sensitive information by using text messages. സ്മിഷിംഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജസ് യൂസ് ചെയ്ത് സെൻസിറ്റീവ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് സ്മിഷിംഗ് എന്ന് പറയുന്നത്. റീഡയറക്റ്റിംഗ് യു ടു എ ഫ്രോഡുലന്റ് വെബ്സൈറ്റ് വിത്തൗട്ട് യുവർ നോളജ്. ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലാതെ നമ്മളെ മറ്റൊരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. The process of hiding original source of email is called email spoofing. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നതാണ് ഒരു മെയിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നാണ് അയച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്, പക്ഷേ അത് ഒറിജിനലായിട്ട് അയച്ചിരിക്കുന്നത് UK എന്നായിരിക്കും. അതായത് അവരുടെ ഹൈഡിങ് ദെയർ സോഴ്സ്, ആ സോഴ്സ് ഹൈഡ് ചെയ്യുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. The process of sending emails to thousands and thousands of users called email spamming. ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിന് ഇമെയിൽ അയക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമെയിൽ സ്പാമിംഗ്. The process of repeatedly sending email to a particular address called email bombing. ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത് ഒരു അഡ്രസ്സിലോട്ട് തന്നെ റിപ്പീറ്റായിട്ട് മെയിൽ സെൻഡ് ചെയ്യുന്നതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. Harassing an individual or group by using internet or mobile phones, especially against women. Cyber stalking എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലൂടെയോ ഫോണിലൂടെയോ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഹരാസ്മെൻറ്റിനെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. Financial cyber crimes conducted by a computer expert in banking industry. സലാമി അറ്റാക്ക് എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സൈബർ ക്രൈംസിനെയാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. Registering domain name identical to popular domain and benefit the users. സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പോപ്പുലർ വെബ്സൈറ്റ്സിൻ്റെ പേരിനോട് സാമ്യമുള്ള പേരെടുത്തിട്ട് അവർ യൂസ് ചെയ്യും. ആ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നതിന് വേണ്ടി അവർ യൂസ് ചെയ്യും. അതിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. തെഫ്റ്റ് ഓർ ഫിസിക്കൽ ഡാമേജ് ഓഫ് കമ്പ്യൂട്ടർ വാൻഡലിസം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മോഷണം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഫിസിക്കൽ ഡാമേജ്, ഇതിനെയാണ് കമ്പ്യൂട്ടർ വാൻഡലിസം എന്ന് പറയുന്നത്. Unauthorized change of data before or during their input to computer. Data diddling എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഡാറ്റ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. Creating fake currencies, postage stamps or certificates with the help of computer. Cyber ഫോർജറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഫേക്കായിട്ടുള്ള കറൻസി, പോസ്റ്റൽ സ്റ്റാമ്പ്, സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം നിർമ്മിക്കുന്നതിനെയാണ് സൈബർ ഫോർജറി എന്ന് പറയുന്നത്. ഡിസ്ക്രൈബിംഗ് ഓർ ഷോയിങ് സെക്ഷൽ ആക്ട് കണ്ടെയ്നിങ് വീഡിയോസ്, ഫിലിംസ്, റൈറ്റിംഗ്സ് എക്സെട്ര. പോണോഗ്രാഫി എന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നതിനെയാണ് പോണോഗ്രാഫി എന്ന് പറയുന്നത്. Copying file from one computer to another by using CD, DVD, pen drive without the knowledge of authorities are called data theft. ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത് CD, DVD, പെൻ ഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് ഒരാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലേക്ക് ഫയൽ മോഷ്ടിക്കുന്നതിനെയാണ് ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത്. Spreading false message about a person or a company through email, mobile, social network insights is called cyber defamation. സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു കമ്പനീനെക്കുറിച്ചുള്ള ഫോൾസ് മെസ്സേജ് ഇമെയിൽ വഴി, മൊബൈൽ വഴി അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് വഴി പ്രചരിപ്പിക്കുന്നതിനെയാണ് സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത്. Computer program that can spread over a computer network. Virus. Vital information resource
അണ്ടർ സീജ്. മറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറസിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന വാക്ക് ആദ്യമായി പറഞ്ഞത് ഫ്രെഡ് കോഹൻ. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ക്രീപ്പർ. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ. ഈ ക്രീപ്പറാണ് അർപ്പാനെറ്റിനെ അറ്റാക്ക് ചെയ്ത ആദ്യത്തെ വൈറസ്. അർപ്പാനെറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അർപ്പാനെറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ഇൻ്റർനെറ്റ് ആണ്. അർപ്പാനെറ്റ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചു അർപ്പാനെറ്റ് എന്താണെന്ന്. അർപ്പാനെറ്റിനെ അറ്റാക്ക് ചെയ്ത ആദ്യത്തെ വൈറസ് ആണ് ക്രീപ്പർ. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക ക്ലോണർ. എൽക്ക ക്ലോണർ ആണ് ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ്. ആദ്യത്തെ മൊബൈൽ വൈറസ് എന്നറിയപ്പെടുന്നത് കബീറാണ്. കബീറാണ് ആദ്യത്തെ മൊബൈൽ വൈറസ്. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ് എന്നറിയപ്പെടുന്നത് ആപ്പിൾ. ആപ്പിളാണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ്. ഇത് മാറിപ്പോവരുത്, കൺഫ്യൂഷൻ ആവരുത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ, മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക ക്ലോണർ, മൊബൈൽ വൈറസ് കബീർ, പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ് ആപ്പിൾ. വൈറസ് പ്രോഗ്രാം റൈറ്റിംഗ് പ്രോഗ്രാമേഴ്സ് വിക്സർ. വൈറസ് പ്രോഗ്രാം റൈറ്റിംഗ് പ്രോഗ്രാമേഴ്സ് അറിയപ്പെടുന്നത് വിക്സർ എന്നാണ്. ഫേമസ് വൈറസ് ആണ് എൽ ക്ലോണർ, ബ്രെയിൻ, ആപ്പിൾ, കബീർ, ഹാപ്പി 99, മോറിസ്, ബോംബർ, ഐ ലവ് യു, കോഡ് റെഡ്, സ്ലാമർ, അന്ന കുർണിക്കോവ, ബബിൾബെറി, മൈക്കിൾ ആഞ്ചലോ, മെല്ലിസ, നിൻഡ, പ്രെറ്റി പാർക്ക്, കോൺഫിക്കർ, ഫിസർ, ബ്ലാസ്റ്റർ, അൽബാമ, സസർ, സിയൂസ്, സ്റ്റക്സ്നെറ്റ്, മൈഡൂം, ഫ്ലാഷ്ബാക്ക്, പെർഫ്യൂം, ടെക്സസ്, ഗപ്പി, AT ആൻറ്റിവൈറസ്, VOM, ട്രോജൻ ഹോഴ്സ്, വാനാക്രൈ. ഇവയെല്ലാം ഫേമസ് ആയിട്ടുള്ള വൈറസ് ആണ്. ആവശ്യമുള്ളവർക്ക് ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് പേരൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. The program that used to destroy virus. ആൻറ്റിവൈറസ്. വൈറസിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് ആണ് ആൻറ്റിവൈറസ്. ഇമ്പോർട്ടൻറ്റ് ആൻറ്റിവൈറസസ് ആർ അവീറ, കാസ്പർസ്കൈ, നോർട്ടൺ, AVG, അവാസ്റ്റ്, K7, നോഡ്, ക്ലൗഡ് പാണ്ട, 360 ടോട്ടൽ സെക്യൂരിറ്റി, വെബ്റൂട്ട്. ടൈപ്സ് ഓഫ് വൈറസ് ബൂട്ട് സെക്ടർ വൈറസ്, ലോജിക് ബോംബ്, വേം, ട്രോജൻ. വൈറസ് 4 ടൈപ്പ് ഉണ്ട്. ബൂട്ട് സെക്ടർ വൈറസ്, ലോജിക് ബോംബ്, വേം, ട്രോജൻ. ബൂട്ട് സെക്ടറിൽ സ്പ്രെഡ് ചെയ്യുന്ന വൈറസാണ് ബൂട്ട് സെക്ടർ വൈറസ് എന്ന് പറയുന്നത്. ലോജിക് ബോംബ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒരു പീസ് ഓഫ് കോഡിനെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. അത് ആവശ്യമുള്ളപ്പോൾ അത് സ്പെസിഫിക് കണ്ടീഷൻസ് മെറ്റ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവുന്ന ഒരു പീസ് ഓഫ് കോഡാണ് ലോജിക് ബോംബ്. വേംസ് ആൻഡ് ട്രോജൻസ് എന്ന് പറയുന്നത് മാൽവെയർസ് ആണ്. മാൽവെയർസ് എന്ന് പറയുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. The term worm was coined by ജോൺ ബ്രണ്ണർ. ജോൺ ബ്രണ്ണർ ആണ് വേം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആദ്യമായി സ്പ്രെഡ് ചെയ്ത വേം മോറിസ്. മോറിസ് ആണ് ആദ്യമായി സ്പ്രെഡ് ചെയ്ത വേം. എറേഴ്സ് ഇൻ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഈസ് കോൾഡ് ബഗ്. കമ്പ്യൂട്ടറിലെ എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് ബഗ്. എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീബഗ്ഗിംഗ്. മാൽവെയർ വിച്ച് ഡൗൺലോഡ്സ് ഇറ്റ്സെൽഫ് ഇൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം ത്രൂ ആൻ ഇമെയിൽ ഓർ എ ഡൗൺലോഡഡ് പ്രോഗ്രാം. സ്പൈവെയർ. സ്പൈവെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഒരു ഇമെയിൽ വഴിയോ ഒരു ഡൗൺലോഡഡ് പ്രോഗ്രാം വഴിയോ വരുന്ന ഒരു മാൽവെയർ ആണ് സ്പൈവെയർ.
മാൽവെയർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മാൽവെയർ എന്ന് പറയുന്ന മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറെ നശിപ്പിക്കുന്ന മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. സ്പൈവെയർസ് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഡൗൺലോഡഡ് ഫയൽസ് വഴി കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ആവുന്ന മാൽവെയർസ് ആണ് സ്പൈവെയർ. A type of malware that prevents users from accessing their system or personal files and demands ransom payment in order to regain access. റാൻസം മാൽവെയർ. റാൻസം മാൽവെയർസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫയൽസ് ആക്സസ് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് നൽകിയാൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് റാൻസം മാൽവെയർസ്. ആഡ്വെയർ എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ്, പോപ്പപ്പിൻ്റെ രൂപത്തിൽ വരുന്ന ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ്, ക്ലോസ് ചെയ്യാൻ പറ്റാത്ത വിൻഡോയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതെല്ലാമാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. The port in India which is affected by Petia cyber attack. Jawaharlal Nehru Port, Mumbai. പെട്ടിയ സൈബർ അറ്റാക്ക് ചെയ്ത നമ്മുടെ ഇന്ത്യയിലെ പോർട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്, മുംബൈ. പെട്ടിയ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ബേസ്ഡ് സിസ്റ്റംസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മാൽവെയർ ആണ് പെട്ടിയ. IPR വയലേഷൻ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വയലേഷൻ. 5 തരത്തിലുള്ള IPR വയലേഷൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ പൈറസി, കോപ്പിറൈറ്റ് വയലേഷൻ, ട്രേഡ് മാർക്ക് വയലേഷൻ, കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് വയലേഷൻ, പേറ്റൻറ്റ് വയലേഷൻ. സോഫ്റ്റ്വെയർ പൈറസി, കോപ്പിറൈറ്റ് വയലേഷൻ, ട്രേഡ് മാർക്ക് വയലേഷൻ, കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് വയലേഷൻ, പേറ്റൻറ്റ് വയലേഷൻ, ഇവയെല്ലാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വയലേഷനാണ്. ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻ ഏഷ്യ, സിംഗപ്പൂർ. ഏഷ്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, ട്രിവാൻഡ്രം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ചെന്നൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ്. ഫസ്റ്റ് സൈബർ കഫേ, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ എന്ന് പറയുന്നത് മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ. ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ്, ഫസ്റ്റ് ഫോറൻസിക് ലാബ് ഇൻ ഇന്ത്യ, അഗർത്തല. അഗർത്തല, ത്രിപുരയിലാണ് ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ്. ഫസ്റ്റ് സൈബർ ക്രൈം രജിസ്റ്റേർഡ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലാണ് ആദ്യമായി സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തത് തമിഴ്നാടു. തമിഴ്നാടുവിലാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസ് ഉള്ളത് USA യിലാണ്. താങ്ക് യു.